ECG നോക്കുമ്പോഴേ നമ്മൾ PQRST വേവ്സ് കാണാറുണ്ട്. അപ്പോൾ അതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പല എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പിന്നിലൊരു സ്റ്റോറിയുണ്ട്, ഹാർട്ടിൻ്റെ കണ്ടക്റ്റിംഗ് സിസ്റ്റം. അതൊന്ന് ബ്രീഫായിട്ട് പഠിച്ചിട്ട് നമ്മൾ ECGയിലുള്ള ഈ വേവ്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് കൂടെ നോക്കാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇല്ലേ, ഹാർട്ടിന് സ്വന്തമായിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ മയോകാർഡിയത്തിൽ ഉണ്ട്. അത് എസ്പെഷ്യലി ചില സ്പെഷ്യൽ സെല്ലുകൾക്ക്. SI നോഡിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഏട്രിയത്തിൻ്റെ മയോകാർഡിയത്തിലോട്ട് സ്പ്രെഡ് ആവും അല്ലേ, ഇന്റർനോഡൽ പാത്വേസ് വഴിയും ബാച്ച്മാൻസ് ബണ്ടിൽസ് വഴിയും. അത് AV നോഡിലോട്ട് എത്തുകയും ചെയ്യും. ആ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് കണ്ടക്ഷൻ അല്ലേ, അതിനെയാണ് ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നത്, ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഏകദേശം അല്ലേ, നമ്മൾ പറയും 0.1 സെക്കൻഡ് എടുക്കുമെന്നൊക്കെ നമ്മൾ പറയും. അതിനകത്ത് P വേവ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞ പ്രോസസ്സ് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ SI നോഡിൽ നിന്ന് എന്താ പറയണ്ടേ, AV നോഡിലോട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ സ്പ്രെഡ് ആവുന്നു. ഏകദേശം 5 മിനിറ്റിന് മുകളിലുള്ള നമ്മുടെ ഫേസ്ബുക്ക് സബ്സ്ക്രിപ്ഷൻ റീലിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യൽ റീൽസും DHA ഹാദ MOH പ്രോമട്രിക് എംഗ്ലക്സാറിനൊക്കെ ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഫേസ്ബുക്ക് സബ്സ്ക്രിപ്ഷൻ പോകുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് അത് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെയിൻ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ ഇതേ എക്സാംസിനുള്ള ക്രാഷ് കോഴ്സസും റെഗുലർ ക്ലാസ്സസും ഒക്കെ നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ട് അവൈലബിൾ ആണ്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം.